ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു ഷൈനിങ് ബേർഡ്. ഇന്ന് നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആയിട്ട് മാറിയേക്കാം ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ വരെ കാണാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹത്തിന്റെ ലിസ്റ്റ് നല്ല നീളത്തിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ എന്താണ് ഈ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ആഗ്രഹങ്ങൾ. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു കാർ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി. ആ ഒരു ഹാപ്പി അപ്പോൾ ഉണ്ടാവും, നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ അത് പെർസിസ്റ്റ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകും. പിന്നെ നമുക്ക് പുതിയ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ പുതിയ ദുഃഖങ്ങളൊക്കെ വന്ന് നമ്മുടെ ജീവിതം അതിൽ നിന്ന് മാറി മാറി പോകും. അപ്പോൾ ആ ഹാപ്പിനെസ് അവിടെ തീർന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ ലക്ഷ്യവും മനസ്സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഇതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ഏത് ആഗ്രഹം എടുത്ത് നോക്കി നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. കുട്ടികളാണെങ്കിൽ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി വലുതാകുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനത്തിന്റെ ഇമ്പോർട്ടൻസും കൂടി കടന്നു വരുന്നത്. നമുക്ക് മിക്കപ്പോഴും വളരെ നെഗറ്റീവായിട്ട് തോന്നും, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ദുഃഖമാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും വിഷമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇടയിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ട്. അല്ല, കുറച്ച് പേരെന്നല്ല, മിക്കവരും അങ്ങനെ പറയുന്നവരുണ്ട്. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇനി ഭാവിയിൽ നല്ല കുറെ കാര്യങ്ങൾ വരാനുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ്. പക്ഷേ നമ്മുടെ മനസ്സ് പ്രസന്റിൽ നിൽക്കില്ല, ഇവിടെ നിൽക്കില്ല. ഇവിടെ നിൽക്കാതെ നമ്മൾ ഹാപ്പിയാണ്. അല്ല, നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഓരോ ദുഃഖങ്ങളും, അതുപോലെ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ മറ്റേ ആള് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് പറ്റിയില്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ, ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ അയാൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ദുഃഖം, അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ ഒരു ദുഃഖത്തിന്റെ കാരണം എന്താണ്? നമ്മുടെ മനസ്സ് പാസ്റ്റിലേക്ക് പോകുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മളത് ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി നമ്മുടെ മൈൻഡ് ഫ്യൂച്ചറിലേക്ക് പോവാണ്. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അതിനെ കുറിച്ചുള്ള ആവലാതി, മറ്റേ കാര്യം എന്താവോ അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ടെൻഷൻ വരുന്നുള്ളൂ. പ്രസന്റിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് സൃഷ്ടിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്, നമ്മുടെ മൈൻഡ് ഒന്നില്ലെങ്കിൽ ബാക്കിലേക്ക്, പാസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെയാണ്, അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. പിടിച്ചോളത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, മൈൻഡ് മാനേജ്മെന്റ്. എങ്ങനെ നമുക്ക് ഈ മൈൻഡിനെ പിടിച്ചു നിർത്താം, ദുഃഖങ്ങൾ അകറ്റാനായിട്ടാണ് ഈ മൈൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഈ മൈൻഡ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ഇതുവരെ ഒരുപാട് സ്കൂളുകൾ, അതുപോലെ ഡിഗ്രി, PG ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷെ ഇതുവരെ ഒരു സ്ഥലത്തും നമ്മളെ മൈൻഡ് മാനേജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മൈൻഡ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൈൻഡ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡിന് വേറൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും നെഗറ്റീവില് തൂങ്ങിക്കെടുക്കും. അതാണ് നമ്മുടെ മൈൻഡിന്റെ പ്രത്യേകത. ഇപ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു 10 കാര്യങ്ങൾ പറയാണ്. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങൾ നല്ല കൃത്യനിഷ്ഠയുള്ള ആളാണ്, നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള ആളാണ്, നിങ്ങൾ നല്ല ദയാശീലനാണ്. അങ്ങനെ കുറെ നിങ്ങളെ കുറിച്ച് ഒരു 10 നല്ല കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കാം. അതിന്റെ കൂടെ ഞാനൊരു നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്, അങ്ങനെ പറയാണ്. അങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്താണ് ആലോചിക്കുക? ആ 10 ഞാൻ പറഞ്ഞ നല്ല കാര്യം അവിടെ പോയി. നിങ്ങൾ എപ്പോഴും എന്നെ കുറിച്ച് അഞ്ജന അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്ര അഹങ്കാരമുണ്ട് എന്നങ്ങനെ പറഞ്ഞു. എന്നാലും അവൾക്ക് എങ്ങനെ പറയാൻ തോന്നി? ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്യുന്ന ആളല്ലേ, എന്നിട്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. ആ ഒരു ചിന്ത നമ്മൾ അതിനുശേഷം ഇപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാലും നമ്മുടെ മനസ്സ് അവിടെ കിടക്കണേ, അഞ്ജന എന്നോട് ഞാൻ അഹങ്കാരിയാന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിനുശേഷം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും എവിടെയോ ഒറ്റത്ത് അവിടെ കിടക്കുന്നുണ്ട്, അഞ്ജന എന്നെ അങ്ങനെ പറഞ്ഞു അല്ലെ. അപ്പൊ അത് നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാവുന്നത് നമുക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ വരുമ്പോഴാണ്. സെന്റിൽ നിന്ന് നോക്കി, നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് വേറെ ദുഃഖങ്ങളൊന്നുമില്ല. ഇനി അത് ഉണ്ടാവുമ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ജീവിതത്തില് 20% മാത്രമേ നമുക്ക് ദുഃഖമുള്ളൂ, ബാക്കി 80% നമുക്ക് ദുഃഖമില്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഈ ദുഃഖത്തിന് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമാണ്, ദുരിതമാണ്, അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയും, അതായത് ജീവനകല. അതിന്റെ ഫൗണ്ടർ ഉണ്ട് ശ്രീ രവിശങ്കർജി. അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ആകെ കൂടി 20% ദുഃഖമുള്ളൂ എന്ന്. വേണ്ട, അദ്ദേഹം പറഞ്ഞതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും.
നിങ്ങളുടെ ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ദുഃഖം ഉണ്ടായിട്ടുണ്ട്? ഒരു 5 മിനിറ്റ് ആണോ, അല്ല ഒരു 10 മിനിറ്റ് ആണോ? നിങ്ങൾ ആദ്യം തൊട്ട് എടുത്ത് നോക്കും. അത് വളരെ കുറച്ചൊരു ടൈം പീരീഡ് ഉണ്ടാവുള്ളൂ. പിന്നത്തെ നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് ഈ ഒരു 5 മിനിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു കുറച്ച് സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ നമ്മുടെ ദിവസത്തെ ദുഃഖങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ മൈൻഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുക? ഇപ്പൊ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കില്ല, അല്ലെങ്കിൽ അത് വേണ്ട, അങ്ങനെ ചിന്തിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കൂടുതലായിട്ട് വരികയുള്ളൂ. നമ്മൾ എന്ത് റെസിസ്റ്റ് ചെയ്യുന്നു അതാണ് പെർസിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ മൈൻഡിന്റെ വേറൊരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ അത് നടക്കില്ല, അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഈ മൈൻഡ് മാനേജ്മെന്റ്? ചിലപ്പോൾ തോന്നും രണ്ടാമത് തോന്നും, എങ്കിലും നല്ല കണക്ഷനുള്ള 2 സംഭവങ്ങളുണ്ട്. നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസവും മനസ്സും നല്ലോണം ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ ആ ഒരു താളം എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും പറ്റും. അതുപോലെ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മുടെ ശ്വാസം മാറി, അതിനനുസരിച്ച് ആ ഒരു സ്ഥിതിക്കനുസരിച്ച് മാറി. പോട്ടെ, നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ ശ്വാസം എങ്ങനെയാ? നിങ്ങൾ എനർജറ്റിക് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം എങ്ങനെയാ? അത് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മൈൻഡും ശ്വാസവും എത്ര കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ ശ്രീ രവിശങ്കർജി എന്ന് പറയുന്ന നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹം ഇതിനെ മൈൻഡ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നത് നമ്മുടെ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്ത്, അത് ശ്വാസത്തിന്റെ പെർട്ടിക്കുലർ ഒരു രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം, അങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ നിൽക്കാം, നമ്മുടെ മൈൻഡിനെ എങ്ങനെ, ഇമോഷൻസിനെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ടാണ് അദ്ദേഹം ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ കോഴ്സിൽ അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഒരു കോവിഡ് സിറ്റുവേഷൻ, അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏത് ഡോക്ടറെ കണ്ടാലും ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഈ പ്രാണായാമ എന്ന് പറയുന്നതും അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. ഈ കാര്യങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി മെഡിറ്റേഷന് നല്ല പവർ ഉണ്ട്. മെഡിറ്റേഷൻ അതുപോലെ പ്രാണായാമ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഇപ്പൊ അധികം മെനക്കെടേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമുക്കിപ്പോ അധികം അരക്കണ്ട മിക്സി ഉണ്ട്, അലക്കണ്ട വാഷിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കുറെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്, അത് വളരെ ലൈഫിന് നല്ലതാണ്. പക്ഷെ ആ സമയം നമുക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്ത്. നമ്മൾ എപ്പോഴും മേലനങ്ങില്ല എന്നൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ. അതായത് നമുക്കധികം ശരീരം വെച്ച് അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ നമ്മുടെ എക്സസൈസ് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ബോഡിക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇപ്പോൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ യോഗകളും, ഇതിൽ കുറച്ച് യോഗയുണ്ട്, ലൈറ്റായിട്ട് കുറച്ച് യോഗയുണ്ട്. അതിൽ ഓരോ യോഗാസും കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിനും അതുപോലെ ബോഡിക്കും എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഒരു പാക്കേജ് ആണ്. അപ്പോൾ ഇതിൽ അതുപോലെ നമുക്ക് ലൈഫിൽ ഇപ്പൊ നമ്മൾ മൈൻഡ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ അതിൽ നമുക്ക് ശ്വാസത്തിനെ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾഡൻ കീസ് അതും നമ്മുടെ ഈ കോഴ്സിൽ പറയുന്നുണ്ട്. ഈ കോഴ്സിന്റെ പേര് ഓൺലൈൻ മെഡിറ്റേഷൻ ആൻഡ് ബ്രെത്ത് വർക്ക്ഷോപ്പ് എന്നാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സുദർശന ക്രിയ എന്ന് പറയുന്നത്, സ്കൈ മെഡിറ്റേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബ്രെത്തിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിനൊക്കെ നല്ല റിലാക്സേഷനും നല്ല ചേഞ്ചും വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഇത്ര ഇമ്പോർട്ടൻസ്, എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഓൺലൈൻ മെഡിറ്റേഷൻ ആൻഡ് ബ്രെത്ത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. 155ഓളം രാജ്യങ്ങളിൽ ആൾക്കാർ, ഒരുപാട് കോടാനും കൂടി ആൾക്കാർ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക വഴി അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് നന്നായിട്ട് തന്നെ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവൻ ഞാനടക്കം അതിൽ ഒരു മെമ്പറാണ്. ഞാൻ അത് ഡെയിലി ചെയ്യുന്ന ഒരാളാണ്, അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യും. കാരണം ഇത് അത്രയും ലൈഫിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ ഇങ്ങനെ തന്നെയേ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ ആ കോഴ്സിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ആ കോഴ്സ് നമുക്ക് ഓരോ ടൈമിലും ഓരോ കൺവീനിയന്റ് ആയിട്ടുള്ള ബാച്ചസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, വീഡിയോയിൽ കമന്റ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. നിങ്ങൾ നോക്കിയിട്ട്
എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് തന്നെ കണക്കിലെടുത്ത് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ബാക്കി വീഡിയോസ് കൂടി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സജഷൻസ് ഒക്കെ വന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.